ഗൈസ്, കുളങ്കര മത്സരം തുടങ്ങാൻ പോവാണ്. ഞങ്ങളുടെ കുളങ്കര വടംവലി, കലതല്ലിപ്പൊട്ടിയിലെ ബാക്കിയുള്ള പരിപാടികൾ നടത്തേണ്ടത് എത്രയും പെട്ടെന്ന് സംഘാടകർ അറേഞ്ച് ചെയ്യുക. എത്രയും പെട്ടെന്ന് വനിതകളുടെ കുളങ്കര മത്സരം ഉടനെ ആരംഭിക്കുന്നതാണ്. എല്ലാവരും പെട്ടെന്ന് റൗണ്ടായിട്ട് നിന്നേ, പെട്ടെന്ന് നിന്നേ, ഫാസ്റ്റായിട്ട്. എത്രയും പെട്ടെന്ന് അവരുടെ അടുത്ത് പേര് വെച്ച് എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്തിരിക്കുക. എത്രയും പെട്ടെന്ന് ആരെങ്കിലും പൂർവ്വമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള എല്ലാവരും കാഴ്ചക്കാരായിട്ട് നിൽക്കാതെ എല്ലാവരും പങ്കെടുക്കുക. പരിപാടി റെഡി വാണ്ടിട്ട് പറയുമ്പോൾ കുട്ടികളെല്ലാം റെഡിയായിട്ട് നിന്ന് നാരങ്ങ കൊണ്ട് കോരിയിട്ട് പോകാതെ ഓടി വരണം. അതിന് 10 സെക്കൻഡ് മാറ്റിട്ട് അതിന്റെ അകത്തുനിന്നായിരിക്കും 10 സെക്കൻഡ് എടുക്കുന്നത്. അടുത്ത 5 പേരില്ലേ അവരവിടെ നോക്കിട്ട് ഒരു മത്സരം ഓക്കെ. അത് ക്ലിയർ ചെയ്തു. പരീക്ഷയ്ക്ക് ബുദ്ധിയുണ്ട്. അത് ക്ലിയർ ചെയ്തു. അടി ഇതിലുണ്ടോ? ഇതിലുണ്ടോ? റെഡി മാറ്റി Ready? 1, 2, 3. അതിന് സ്പെഷ്യലാ. നമ്മക്കോട്ടെ കൊണ്ടുപോട്ടെ. On your marks. Ready? 1, 2, 3. കുറവ് കാണുന്നത് എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞു നോക്കാൻ. സ്റ്റേജിലിരിക്കുന്ന നാളിക അവിടെ ഇരിക്കുന്നത് നോക്കി എല്ലാവരും ശ്രദ്ധിച്ചേ. നിങ്ങൾ റെഡിയാണോ? നാളിക ടീസ്പൂൺ മത്സരത്തിന് മാറാ മാറാ.
കയ്യെത്തി പ്രോത്സാഹിപ്പിച്ചേ, കയ്യെത്തി പ്രോത്സാഹിപ്പിച്ചേ. സെക്കൻഡ് മത്സരം എത്രയും വേഗം ആരംഭിക്കുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ പേര് നൽകേണ്ടതാണ്. എന്റെ നാട് കൂടുന്നതായ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷ തിരമ്പ വിജയകരമായി നടന്നു വരികയാണ്. സുന്ദരിക്ക് പൊട്ടുകുത്താൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ പേര് നൽകേണ്ടതാണ്. ഇങ്ങോട്ട് മാറ്റുന്നു. ചിലപ്പോ കറക്റ്റായിട്ട്
നിങ്ങളെ ടീമിന്റെ എവിടെ എവിടെ ഗാന്ധിയൊക്കെ വേറെ ടീമിൽ കയറ്റി നിങ്ങൾക്ക് കളത്തിക്കൊട്ടിയിലെ വനിതകളുടെ വടംവലി മത്സരം വിജയിക്കാനുള്ള സമയം അതിലൂടെയും അവർക്ക് നമ്മളെ പരിപാടിയുടെ സമയം അയച്ചു വിട്ടേക്കണം ചേട്ടാ, അയച്ചു വിട്ടേക്കണം. ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് പറഞ്ഞുതരാം. പോയി തോൽക്കാൻ വേണ്ടി ഞങ്ങൾ മത്സരിക്കുകയാണ്. വലിക്കരുത് വലിക്കരുത്. ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. കേരളക്കരകണ്ടായ ശക്തമായ ഒരു വടംവലി മത്സരിക്കുന്നത്. എല്ലാരും കാണികളെ ഈർത്തരുത്. എല്ലാരും പ്രോത്സാഹിപ്പിക്കും. ശക്തമായ കാറ്റിനെ പ്രതിരോധിച്ചുകൊണ്ട് മെഴുകുതിരി ഓരോന്നും ഈ ശാലം തെളിയിച്ചിരിക്കുകയാണ്. കാണികളെ നിർത്തരുത്. നമ്മുടെ ചേച്ചിമാർക്ക് നിങ്ങൾ പ്രോത്സാഹനമാണ് ഏറ്റവും വലിയ കരുത്ത്. കത്തുന്നില്ലല്ലോ. പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു വെടിവെയ്പ് ചരിത്രത്തിൽ ആദ്യം. ഓരോ മുന്നേറ്റവും ശ്രദ്ധയോടെ വളരെ ആവേശത്തിൽ ശാന്തമായി. അല്ലേ അല്ലേ ഓക്കെ റെഡി 1 2 3 എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. ഓണപരിപാടിയാണ്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. കത്തുന്നില്ലേ മക്കളെ? കത്തിക്ക് കത്തിക്ക്.
ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. റെഡിയല്ലേ? അവിടെ റെഡിയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. റെഡി 3 2 ഓക്കെ അല്ലേ? 3 2 1 സ്റ്റാർട്ട്. ഓരോ ചൂടിലും മെഴുകുതിരിയുടെ ജാലകത്തിൽ മോഷ്ടിക്കുകയാണ് എല്ലാവരും മുന്നേറുന്നത്. മൂന്നാമത് മുൻ മെമ്പറും നമുക്കെല്ലാം സുപരിചിതമായ ഒരു ചെറുക്കാരനാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതുപോലെ സതീർത്ഥനായ ഒരു മെമ്പർ മുൻ മെമ്പറായ സനൽ കമ്പി അതിന് സമയത്ത് ഇവിടെ എത്തി നേരത്തെ തന്നെയുള്ള നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സുലോചന, അത് നമ്മളൊരു മുൻ മെമ്പർ തന്നെയാണ്. അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ അധ്യക്ഷനായിട്ട് കഴിഞ്ഞിരിക്കുന്ന അവരെ മറ്റേ ഇഷ്ടമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളത് ആ വെള്ളപ്പൊക്കത്തിൽ വഴി കാണിക്കുന്നതോടെ നമ്മൾ പരിപാടി നടത്തിക്കൊടുക്കുന്നവരാണ്. അപ്പൊ ഇതിന് ഓരോ കഴിയുമ്പോൾ എല്ലാവരും തന്നെ ആഗ്രഹമാണ് മനസ്സിൽ നമ്മുടെ ഉദ്ഘാടനമാണ്. അദ്ദേഹത്തിന് ഒരുപാട് പറഞ്ഞു കൊടുക്കാം. കേരളത്തിൽ ഉദ്ഘാടനമാണ്. ഇരുപത് വർഷം മുന്നേ കോടിമറയിൽ നിന്ന് പല രീതിയിൽ പല സ്വത്തുണ്ടായിട്ട് മാറിപ്പോയ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടില്ല. ഈ പറഞ്ഞ 6 7 പേരുണ്ടായിരുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മുടെ പ്രോഗ്രാം നടന്നപ്പോഴത്തേക്ക് ഒരു ഏകദേശം 10 250 300 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കലാപരിപാടികൾ വളരെ സജീവമായിട്ട് ആൾക്കാരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ചു. ഭയങ്കര നന്നായിട്ട് നല്ല ഇൻവോൾവ്മെന്റ് നമ്മൾ ഈ സംഘടനയിൽ ചൂട് വെച്ച് വന്നിരുന്നു. അത് കോടിമറ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അത് കാണുവാൻ വേണ്ടി ഇന്ന് സാധിച്ചു എന്നാണ് നിങ്ങളുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു കാര്യം. നമുക്കറിയാം, ഇവിടെ വിവിധ കാരണങ്ങളാലും വിവിധ പ്രവർത്തനങ്ങളും കൊണ്ടൊക്കെ ഈ ഇവിടുന്ന് 20 അച്ചായൻ ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പൊ 80-85 വർഷമായി. അത് കോഴിമല പാലത്തിന്റെ അവിടെ പഴയ പാലം ഉണ്ടായിരുന്നു. നമ്മുടെ അത് ഞാൻ ഓർക്കുന്നത് കൊച്ചിയിൽ വരുമ്പോ ആ പാലം പൊളിച്ചിട്ടിരിക്കുകയാണ്. ആ പാലത്തിന്റെ അവിടെയായിരുന്നു നമ്മുടെ ആദ്യത്തെ കട. അത് കഴിഞ്ഞ് പുതിയ പാലം വന്നു കഴിഞ്ഞപ്പോ കുറച്ച് പേരൊക്കെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് കട വന്നു. അങ്ങനെ ഇവിടെ ബിസിനസ് ചെയ്തു. ബിസിനസ് എന്നെ ഏൽപ്പിച്ചു. ഞാൻ അത് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റി. അതൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങളെ എല്ലാവരെയാണ് ഓർക്കേണ്ടത്. ഈ പ്രോഗ്രാം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു വെച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര അധികം സന്തോഷമായി പോയി. ലോറിയിലെ ഡ്രൈവറായിട്ട് പിന്നെ മാറുകയൊക്കെ ചെയ്തു. ഇങ്ങനെയാണ് എനിക്ക് ഈ കോടുമല എന്ന് പറയുന്ന ഈ പ്രദേശമായിട്ട് എനിക്ക് ബന്ധമുള്ളത്.
അതുപോലെ തന്നെ എന്റെ അച്ഛന്റെ ചേട്ടന്റെ വീടാണ് ഇവിടെ. നിങ്ങൾ ഒടിവാണോ കേട്ടോ? ചോട്ടിൽ മലമുത്തു തോറ്റാൻ പോകാട്ടിൽ ഇരുവായിരത്തി കൊടുത്ത
ശ്രീരാമനേ താമരച്ചോലകൾ കക്കരെ ഭാഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരരീതി കണ്ടു ശ്രീരാമനെ ഏഴോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ സ്ത്രീ